ചേട്ടാ, ഈ പ്രായത്തിൽ എന്നെക്കാളും മുതിർന്ന ഒരാളായതുകൊണ്ട് ചേട്ടനോട് സ്വാതന്ത്ര്യം എടുത്ത് ചോദിക്കുകയാണ്. ഈ തന്തവൈബ് എന്ന് പറഞ്ഞാൽ എന്താ? മുതിർന്ന ആളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പം മനോരമ പറയുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഒരു വാക്കാണത്രേ. ഞാൻ മനോരമ കഴിഞ്ഞ മാസം ജനുവരിയിലാണത് ചെയ്തത്. അവർ കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 ഏറ്റവും അധികം പോപ്പുലറായ വാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ച ന്യൂജൻ വാക്ക്. പഴയ വാക്കുകൾ പോപ്പുലർ തന്നെയാണ്, അമ്മ, അച്ഛൻ, ഇതുപോലെയൊക്കെയുള്ള വാക്കുകൾ പോപ്പുലറാണ്. അതല്ലാതെ പുതിയ വാക്കുകൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഇറക്കും. ഇപ്പോൾ അടിപൊളി ചെറുപ്പക്കാർ ഇറക്കിയൊരു വാക്ക് എല്ലാവരും ഉപയോഗിക്കും. ശ്രീകണ്ഠേശ്വരൻ പത്മനാഭപിള്ളയുടെ നീ കണ്ടുപിടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടാവില്ല. അടിപൊളി ഉണ്ടെങ്കിൽ തന്നെ അതിനർത്ഥം അടിക്കുക, പൊളിക്കുക എന്നായിരിക്കും, അല്ലാതെ ഈ തിരിഞ്ഞുള്ള അർത്ഥം അല്ല. അപ്പം ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ്. അതുപോലെ ഈ വർഷം ഇറങ്ങിയ ഏറ്റവും പോപ്പുലറായ വാക്യത്. അപ്പോൾ അതിൽ 3-4 വാക്കുകൾ അവർ കൺസിഡർ ചെയ്തിരുന്നു. അതിൽ നമ്പർ 1 വന്നത് തന്തവൈബാണ്. അപ്പോഴാണ് ഞാൻ തന്തവൈബ് എന്താണെന്ന് അന്വേഷിക്കുന്നത്. ഞാൻ കേട്ടിട്ടില്ല ഇത്. അപ്പോൾ ഞാനൊരാളെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, തന്തവൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരെ ഉപദേശിക്കുക, പഴയ മൂല്യങ്ങൾ, മാമൂലുകൾ ഇതൊക്കെ പ്രഘോഷണം ചെയ്യുക, മര്യാദ, സദാചാരം ഇതുപോലുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുക, ആണും പെണ്ണും തമ്മിൽ അത്രയ്ക്കങ്ങനെ കെട്ടിപ്പിടിക്കേണ്ട എന്ന് പറയുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് തന്തവൈബ്. അതായത് ഇപ്പോൾ തന്തമാരായിരിക്കുന്നവർ, ഇപ്പോൾ ഒരു എബവ് 60 ആയിരിക്കുന്നവരുടെ മൈൻഡ് സെറ്റ്, അവരുടെ യൗവനകാലമുണ്ടായിരുന്നു 70കളിൽ, ദേവേറെ യങ്. അന്ന് അവർ സകലവിധ തെമ്മാടിത്തരവും കാണിച്ചിട്ട് ഇന്ന് പുണ്യവാളന്മാരായിട്ട് പിള്ളേരെ ശാസിക്കുന്നു. ഇതെല്ലാം ഈ തന്തവൈബ് എന്ന് പറയുന്ന ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഒരു ചർച്ചയിൽ നമ്മൾ ഒരു സിനിമാ താരത്തെ നമുക്ക് കൊണ്ടുവരണം. അപ്പം ഞാൻ ആ ചർച്ചയിലിരിക്കുകയാണ്. ഞാൻ പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, അല്പം പ്രായമൊക്കെ ആയെന്നേ ഉള്ളൂ, നമുക്ക് മധുവിനെ കൊണ്ടുവരാം. ആ ഗ്രൂപ്പിൽ ആർക്കും മനസ്സിലാവുന്നില്ല ആരാണ് മധു. എന്നെ സമയത്തോളം ഗ്രേറ്റ് നടൻ, ഇപ്പോഴും ജീവനോടെ ഉണ്ട്, ദ വെറ്ററൻ ഓൾഡ് മാൻ ഗ്രാൻഡ്. മറ്റവർ കേട്ടിട്ടില്ല മധുവിൻ്റെ പേര്. അപ്പോൾ എനിക്ക് തന്തവൈബുണ്ട്, വിച്ച് ഈസ് നോട്ട് അണ്ടർസ്റ്റുഡ് ബൈ ദ പ്രസൻറ്റ് പീപ്പിൾ. അവരുടെ വൈബുമായിട്ട് എൻ്റെത് മാച്ച് ആവുന്നില്ല, വല്ലാതെ ഡിഫറൻ്റ് ആകുന്നു, വേറൊരു ഏരിയയിലേക്ക് പോകുന്നു. ഞാൻ ഒരു ശിലായുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യനായിട്ട് അവർക്ക് തോന്നുന്നു, അത്ഭുതത്തോടെ. അപ്പോൾ അവർ റീമ കല്ലിങ്കൽ എന്ന് പറയുന്നു. അതേതാ റീമ കല്ലിങ്കൽ, ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ വീണ്ടും ഈ തന്തവൈബ് അവർക്ക് മനസ്സിലാകുന്നു. ഈ മനുഷ്യൻ ഈസ് കട്ട് ഓഫ് ഫ്രം ദ സൊസൈറ്റി, ഹീ ഈസ് ലിവിങ് ഇൻ ദ പാസ്റ്റ്. 70കളിലോ 80കളിലോ ഒക്കെ ജീവിക്കുകയാണ് ഈ മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ പെരുമാറുന്ന എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, ബട്ട് ഇതിൻ്റെ ലാഞ്ചന അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണും. ഇവിടെ റെസ്റ്റോറൻറ്റിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ ഓർഡർ ചെയ്യുന്നത് മസാല ദോശ, അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിൽ ഊണ്, ബട്ട് ഫ്രൈഡ് റൈസ് എന്ന് പറയുക, അല്ലെങ്കിൽ മറ്റേ പുതിയ സാധനങ്ങളുണ്ട് ഇത് പറയുക. ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ടല്ലോ. അവിടെ അറിയാം തന്തവൈബ് ആർക്കാണുള്ളത്. ഭക്ഷണം ഓർഡർ ചെയ്യുന്നതിൽ, വെള്ളം കുടിക്കുന്നതിൽ. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കും, അവർ സ്പ്രൈറ്റ് വാങ്ങിച്ച് കുടിക്കും. സ്പ്രൈറ്റ് തന്നെ ആ ടിൻ വാങ്ങിച്ച് ടപ്പെന്ന് പറഞ്ഞ് ആ കൊളുത്തിൽ പിടിച്ച് തുറന്ന് അത് കുടിക്കാനൊക്കെ അതിന് ഒരു സ്റ്റൈലൊക്കെ ഉണ്ട്. നമ്മൾ നാരങ്ങ വെള്ളം വാങ്ങിച്ച് വാവളപ്പം ഇങ്ങനെ അതൊക്കെ ഒരു മെനകേടാണ്. അതൊന്നും എറ്റിക്കറ്റിന് യോജിച്ചതല്ല, യാഥാർത്ഥ്യവുമാണ്. അല്ല, ഈ തന്തവൈബ് എന്ന് പറയുമ്പോൾ ഒരു ന്യൂജൻ ഉപേക്ഷിക്കുന്നത് ഇന്നത്തെ കാലത്ത് പഴഞ്ചനോ പറ്റില്ലാത്തതോ എന്നാണോ? പഴഞ്ചൻ പറ്റില്ലാത്തതൊന്നുമല്ല, അത് പറ്റുമായിരിക്കും ഇന്നത്തെ കാലത്ത്, ബട്ട് പഴഞ്ചനാണ്. അതാണ്. അല്ല, നമ്മൾ ഈ മനോരമ ഇങ്ങനെ ഒരു ജനകീയ അഭിപ്രായം ഒരു പോളൊക്കെ എടുത്തിട്ട് ചെയ്താണെന്ന് പറയുന്നല്ലോ ഈ വാക്ക് കണ്ടുപിടിച്ചത്. അപ്പോൾ ഇങ്ങനത്തെ വാക്കുകൾ
കണ്ടുപിടിക്കുന്നതാണോ ഉണ്ടാക്കുന്നതാണോ മാധ്യമങ്ങൾ? അല്ല, അത് കണ്ടുപിടിക്കുന്നതാണ് അവർ, ഉള്ളതാണത്. പലരും ഈ ചെറുപ്പക്കാർ ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് മനോരമയ്ക്ക് അത് കിട്ടുന്നത്. അതിൽ മനോരമയുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടാകാം അത് പരത്തുന്നതിൽ. ഇതൊക്കെ അറിയാതെ ആൾക്കാർ ചെയ്തു പോകും. ഇപ്പം നമ്മളിത് സംസാരിക്കുമ്പോൾ പോലും ഒരുപക്ഷെ ഇതിന് ശേഷം ഒരുപാട് പേർക്ക് ഈ നാവലി വാക്ക് വരും. ആ തന്തവൈബ് എന്ന് പറയും. ഞാനിന്ന് ഇത് ഓർക്കാൻ വേറൊരു കാര്യമുണ്ട്. സ്നേഹവൈബിന് എവിടെ പോകണം എന്ന് പറഞ്ഞൊരു ടി വിയിൽ ചാനൽ, ഇപ്പോൾ ഞാൻ ഓർക്കുന്നില്ല, ഇന്ന് എന്തോ ചർച്ച നടക്കുന്നു. കാരണം ഇപ്പോൾ അക്രമവും മയക്കുമരുന്നും കൊണ്ട് വിഷമിച്ചല്ല പിള്ളേരുടെ. ഇപ്പോൾ സ്നേഹവൈബ് വേണം. തന്തവൈബ് എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ തന്തയും തള്ളയും അന്വേഷിച്ച് തുടങ്ങി. സുനിലിന് ഓർമ്മയുണ്ടോ, ഒരു 10-15 വർഷം മുമ്പാണ് എറണാകുളത്ത് ചുംബന സമരം നടന്നു. അതെ. അതിനെപ്പറ്റി അന്ന് ഇന്ത്യ വിഷൻ ചാനൽ ചർച്ച. എൻ്റെ കൂടെ ചർച്ചയ്ക്കിരിക്കുന്നത് നമ്മളുടെ എമൻ കാരശ്ശേരി, പിന്നെ ആ രാഹുൽ പശുപാലൻ. രാഹുൽ പശുപാലൻ വല്ലാതെ ക്ഷോഭിക്കുകയും സമരത്തിൻ്റെ ആളായിരുന്നല്ലോ. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്ത് സംസ്കാരം, എന്താ സംസ്കാരം എന്ന് വെച്ചാൽ എന്താ? ഞാൻ പറഞ്ഞു, മോനെ വീട്ടിൽ പോയി അച്ഛനോടോ അമ്മയോട് ചോദിക്കുക എന്താണ് സംസ്കാരം, അപ്പോൾ മനസ്സിലാകും. ഇപ്പോൾ ഈ ടി വി ഷോയിലിരുന്ന് സംസ്കാരം പറഞ്ഞു തരാൻ പറ്റില്ല. അത് അനുഭവിക്കുകയും പെരുമാറുകയും ചെയ്ത് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. അതായത് ഇന്നത് സംസ്കാരം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എല്ലാവരിൽ നിന്നും ആർജിച്ചെടുക്കുന്ന ഒരു സാധനമാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. കാരശ്ശേരി മാഷ് അന്നെനിക്ക് എതിരായിരുന്നു. കാരശ്ശേരി മാഷ് ചുംബന സമരത്തെ കൈമൈ മറന്ന് സപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, മാഷ് സപ്പോർട്ട് ചെയ്യുന്നു, കാര്യമൊക്കെ ശരി, ബട്ട് യു വിൽ പേ എ പ്രൈസ് ഫോർ ദിസ്, ടേക്ക് ഇറ്റ് ഫ്രം മീ. വി ആർ ഗോയിങ് ടു, യു എന്നല്ല, നമ്മളെല്ലാവരും ചേർന്ന് ഇതിന് വലിയ വില കൊടുക്കും. നെക്സ്റ്റ് 2-3 മാസം കഴിയുമ്പോഴാണ് ഈ രാഹുൽ പശുപാലനെ അയാളുടെ ഭാര്യയും കൂടെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഒക്കെ വളരെ വഷളായ കാര്യങ്ങൾ. ഇത് കഴിഞ്ഞു 2-3 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആർത്തവ കവാടം ഉണ്ടാക്കി എറണാകുളത്ത്. പിണറായി പങ്കെടുക്കുമെന്നൊക്കെ പറഞ്ഞു. പിണറായി എറണാകുളത്ത് വരെ വന്നു. അതെ. ഗസ്റ്റ് ഹൗസിൽ നിന്ന് തലയ്ക്ക് വെളിവുള്ളവർ പറഞ്ഞു, മഴ തിരിച്ചു വെക്കുമോ, വൃത്തികളാണത്, ഈ ഗേറ്റിൽ കൂടെ അകത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ വിവേകമുള്ള തലയ്ക്ക് വെളിവുള്ള ഏതോ പോലീസുകാരനുള്ളത് കൊണ്ട് പിണറായി രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എല്ലാവരും കൂടെ സ്വീകരിക്കാനിരുന്ന ആ കവാടത്തിലൂടെ മുഖ്യമന്ത്രി അകത്തേക്ക് വിടാൻ. എന്തൊരതം. എന്നിട്ട് അതെല്ലാം കേരളം നോക്കി നിന്നു, കൈയടിച്ചു. ഇന്നിപ്പം മയക്കുമരുന്നാണ്, തേങ്ങാക്കൊലയാണ്, മുടിഞ്ഞ് മുണ്ടക്കോല് തല്ലിപ്പോകും. നിങ്ങൾ ഒരൊറ്റ എണ്ണം ഗുണം പിടിക്കില്ല. അക്ഷരമാല പഠിപ്പിക്കുന്നില്ല സ്കൂളിൽ. ഞാൻ ഞെട്ടിപ്പോയി. 2 മാസം മുമ്പാണ് പത്രത്തിൽ മനോരമയുടെ ഫ്രണ്ട് പേജിൽ വാർത്ത, 1ാം ക്ലാസ്സിൽ അക്ഷരമാല പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ഇത്രയും കാലം ഞാനന്നേരം 3-4 സാറന്മാരെ വിളിച്ചു ചോദിച്ചു. അവർ പറഞ്ഞില്ല, അതൊക്കെ നിർത്തിയിട്ട് 10-25 വർഷമായല്ലോ. അമ്മ, അണ, തറ, പറ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. കായ്ക്ക, ഗായിക, അതൊക്കെ സമൂഹത്തിൽ നിന്ന് കുട്ടി പഠിച്ചോളൂ. സമൂഹത്തിൽ നിന്ന് കുട്ടി പഠിച്ചു. സാറ് പഠിപ്പിക്കുന്നില്ല, പിന്നെ എന്ത് ചെയ്യും? മുൻവശത്തുള്ള പെട്ടിക്കടയിൽ പോയി പഠിക്കും. അവിടുത്തെ ഭാഷ പഠിക്കും, അവിടുത്തെ ആഹാരം കഴിച്ചു തുടങ്ങി. എല്ലാവരുടെ കയ്യിലും കിട്ടി സ്റ്റാമ്പ്, മുട്ടായി, ചോക്ലേറ്റ്, സംഗതി എല്ലാം. ഇപ്പം ആർക്കും അറിയില്ല എന്ത് ചെയ്യണമെന്ന്. അന്ന് എല്ലാവരും ഞാൻ പിന്തിരിപ്പനായിരുന്നു. ഈ ആർത്തവ കവാടത്തെ എതിർത്തതിന് പിന്തിരിപ്പൻ, ചുംബന സമരത്തെ എതിർത്തതിന് ഞാൻ പിന്തിരിപ്പൻ, എന്നെ തല്ലാൻ എല്ലാവരും കൂടെ കൂടിയതാണ്. പിന്നെ രാഹുൽ പശുപാലനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ തിരിച്ചിങ്ങോട്ടായി എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ട് മാറി. ഇത് ഈ കളർ പറഞ്ഞ നമുക്ക് ഈ പോക്ക് കാണുമ്പോൾ അറിയാമല്ലേ, പറയുമ്പോൾ തന്തവൈബ് എന്ന് പറഞ്ഞ് കളിയാക്കാം. തീയിൽ തൊട്ടാൽ പൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്തവൈബാണെന്ന് പറഞ്ഞിട്ട് തീയിലൊന്ന് തൊട്ട് നോക്കുക. തീക്ക് തന്തയിത്തലയൊന്നുമില്ല, പൊള്ളി നാശമാകും. ഇപ്പം നമുക്ക് പൊള്ളുന്നു. ഇപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും കൈ ഇങ്ങനെ പിടിച്ചിട്ട് പ്രതിജ്ഞ. എന്ത് പ്രതിജ്ഞ എടുത്ത് ഇവൻ കൈ ചുരുട്ടി ഇങ്ങനെ ഇത് ചെയ്യുന്നു. പ്രതിജ്ഞ കഴിയുമ്പോഴത്തേക്ക് കഴിക്കാത്ത സാധനമുണ്ട്, ഒരു മുട്ടായി അകത്തേക്ക് പോകും. എന്നെ ഒരു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു കേട്ടോ, പേര് പറയരുതെന്ന്. അദ്ദേഹം റിട്ടയർഡാണ്, ബട്ട് സ്റ്റിൽ അദ്ദേഹം പറഞ്ഞു, മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പേര് പറയരുത്. അദ്ദേഹം പറഞ്ഞു, ഈ NDPS ആക്ട് വെച്ച് വേണം ഈ കേസ് ചാർജ് ചെയ്യാൻ. അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കര ലബോറിയസ് ആണ്. അത് എഴുതി തയ്യാറാക്കി പിടിച്ച് അതിനകത്ത് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പ്രതികൾ ഊരിപ്പോവും.
പിന്നെ മിനിമം ക്വാണ്ടിറ്റി ഡ്രഗ്സിൻ്റെ ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്നതിന് പരിധിയുണ്ട്. ആ പരിധി പണ്ട് തീരുമാനിച്ച പരിധിയാണ്. ഇപ്പോൾ കഞ്ചാവ് 2 ഗ്രാം കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഗുണവുമില്ല ദോഷവുമില്ല. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. 2 ഗ്രാം കഞ്ചാവ് കൊണ്ട് 2 ഗ്രാം MDMA അങ്ങനെയല്ല. അതെ, 2 ഗ്രാം MDMA വെച്ചിട്ട് 25 പേർക്ക് പൂസാകാം. ഇതിൻ്റെ ഒരു തരിയോ അങ്ങനെ എന്തോ മണപ്പിക്കോ 2 ഗ്രാമിന് 10,000 വിലയാവും. അപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞു ഈ ഗ്രാമിൻ്റെ കണക്ക് പണ്ട് തീരുമാനിച്ചിരുന്നു, ഇപ്പം മാറ്റണം. കാരണം പഴയതല്ല ഇപ്പം മയക്കുമരുന്ന്. വേറൊന്ന് അദ്ദേഹം പറഞ്ഞു, ആവിയായി പോകുന്ന കെമിക്കലി ഡീകമ്പോസ് ചെയ്ത് പോകുന്ന മരുന്നുണ്ട്. ഇപ്പോൾ ചോക്ലേറ്റിൽ മയക്കുമരുന്ന് കളത്തി ചോക്ലേറ്റ് പിടിച്ചെടുത്തു, എന്ത് ചെയ്യണം? ഫോറൻസിക് ലാബിൽ അയക്കണം. ഫോറൻസിക് ലാബിൽ അയച്ച് അതിൻ്റെ റിപ്പോർട്ട് വരണം. കാസർഗോട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിൽ അയച്ച് റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ ഈ സാധനം ആവിയായിപ്പോയി. ആവിയായിട്ടില്ല, കെമിക്കലി ഡീകമ്പോസ് ചെയ്ത്, അതാണ് സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന് വെച്ചാൽ കെമിക്കലി നമ്മൾ പറയുമല്ലോ CH2OH CHOH. ഈ സാധനം CH3OH CH2OH ആയിട്ട് മാറും. അങ്ങനെ ആയിട്ട് വേറൊരു മെറ്റീരിയലായിട്ട് മാറും. അപ്പോൾ ചോക്ലേറ്റിൽ എന്തോ മായം ഉണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ മയക്കുമരുന്നാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. ഉടനെ ആ എക്സൈസുകാർ അല്ലെങ്കിൽ കാശ് വാങ്ങുമെന്ന് നിനക്ക് പ്രതിക്ക് സഹായമല്ലേ എന്നും ഇങ്ങനെയൊക്കെ പറയും. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, ഐ അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ ആ ഒരു പോർഷൻ പറഞ്ഞിട്ടില്ല. മനോജ് എബ്രഹാം IPS അദ്ദേഹം ഇന്നലെ ഒരു TV ചാനലിൽ ഇതേ ബുദ്ധിമുട്ട് പറഞ്ഞു. ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതിൽ പല പോലീസുകാർക്കും വീഴ്ച, കാരണം കോംപ്ലിക്കേറ്റഡ് ആണ്, ഒരുപാട് കടലാസുകൾ തയ്യാറാക്കാനുണ്ട്. അതിലെന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആനുകൂല്യം പ്രതിക്ക് കിട്ടി, പ്രതി രക്ഷപ്പെട്ടു പോയി. അപ്പോൾ അതിന് പ്രത്യേക ഒരു ട്രെയിനിങ് കൊടുക്കാനായിട്ട് എങ്ങനെ ഈ ഡോക്യുമെൻ്റ് പ്രിപ്പയർ ചെയ്യണം എന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റെഡിയായി എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല അത് ഒരു സെൻട്രൽ ആക്ട് വഴി ഇതെല്ലാം പുതുക്കേണ്ട സമയമായി. നമ്മളുടെ BNSS ഒക്കെ മാറ്റിയില്ലേ, എവിഡൻസ് ആക്ട് മാറ്റിയില്ലേ, അതുപോലെ NDPS ആക്റ്റും പുതുക്കി എഴുതി. NDPS ആക്ട് എനിക്ക് തോന്നുന്നു 1985 മറ്റാണ് വന്നത്. 85 കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷം എത്രയായി? എന്തെല്ലാം ഡ്രഗ്സിൻ്റെ സാധനങ്ങൾ വന്നു. അത് മാറ്റേണ്ട ആവശ്യമുണ്ട്. ബട്ട് അതുകൊണ്ട് മാത്രം ഇത് നിൽക്കുകയില്ല. പോസിറ്റീവ് ആക്ഷനായിട്ട് സംസ്കാരവും സദാചാരവും കേരളത്തിൽ നിരോധിക്കപ്പെട്ട 2 മുട്ടൻ തെറിയാണ് ഞാനീ പറയുന്നത് കേട്ടോ. ഒന്ന് സംസ്കാരം, വേറൊന്ന് സദാചാരം. ഈ സാധനം തിരിച്ചു വരേണ്ടി വന്നിരിക്കും. ഇത് കേട്ട് കഴിഞ്ഞാൽ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ വർഗ ബഹുജന ഡിമാല ഗുണ്ടി ഗുണ്ടന്മാർ മുഴുവൻ ഇന്ന് വൈകുന്നേരത്തിനകം എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ച് കൊന്നുകളയുമെന്നെ. അവർക്ക് ഇത്രയും വിറയലുണ്ടാകുന്നൊരു സാധനം വിറയില്ല. സദാചാരവും എന്താണ് ഞാൻ പറഞ്ഞു സംസ്കാരവും. ഇത് രണ്ടും ഇല്ലാതെ തന്നെ പറയ്ക്കുന്നവനാണ് ഞാൻ. പക്ഷേ ഇവർക്ക് പൂക്കൽ പോലെ ഇവർ തുള്ളുന്ന ഈ 2 വാക്ക് കേൾക്കുമ്പോഴാണ് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയത്. ഞാൻ പറയട്ടെ, ഇപ്പോൾ പരമയോഗ്യനാണ്, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പക്ഷേ വലിയ നല്ല സാഹിത്യകാരനാണ് സുഭാഷ് ചന്ദ്രൻ, കഥാകൃത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു നോവൽ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണ്. ആ നോവലിൽ അമ്മ മകനുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്ന കഥയാണത്. സത്യമല്ലേ? എന്താ അതിൻ്റെ പേരെന്താ? സ്മാരകശിലകളല്ല, സ്മാരകശിലയാണ്. ഇതതുപോലത്തെ എന്തോ സമുദ്ര സംതിങ്, അതാണ് നോവൽ. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ അത് എൻ്റെ വായിൽ വരുന്നില്ല. ആ ഗുഡ് നോവൽ, എല്ലാവരും നല്ല നോവൽ. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇതാണ് സാധനം. എനിക്ക് പ്രശ്നമൊന്നുമില്ല സാഹിത്യകൃതി എന്നുള്ളത് എനിക്ക്. ബട്ട് ദെൻ അതിനൊരു അവാർഡ് കൊടുക്കുമ്പോൾ വാട്ട് മെസ്സേജ് യു ആർ ഗിവിങ് ടു ദ യങ് ജനറേഷൻ? ആ സിറ്റുവേഷനൊക്കെ എനിക്കറിയാം. അതിനെപ്പറ്റി ചൊല്ലി അല്പസ്വല്പം ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയും അതൊരു സംഭവകഥയാണെങ്കിൽ പോലും പലപ്പോഴും ജീവിതത്തിലെ സംഭവങ്ങൾ കഥകളിലേക്കാൾ വളരെ സ്ട്രെയിഞ്ച് ആയിരിക്കും. നമുക്കറിയാമല്ലോ, ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. അത് പകർത്തുക എന്നുള്ളത് സാഹിത്യകാരൻ്റെ ചുമതലയാണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല എന്ന് പറയും. ഇപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് കഴിഞ്ഞ ദിവസം വീണ്ടും സർക്കാരിന് കത്തയച്ചു, എൻ്റെ കവിതകൾ പഠിപ്പിക്കരുത്. അതിന് കാര്യം എന്താ? ഇതിനു മുമ്പും അത് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ ബാലേന്ദ്രനോട് ചോദിച്ചു, ഇതെന്ത് എല്ലാവരും എങ്ങനെയെങ്കിലും എൻ്റെ ഒരു കൃതി പാഠപുസ്തകമാക്കണമെന്നും പറഞ്ഞ് അങ്ങോട്ട് തള്ളുമ്പോൾ ബാലേന്ദ്രൻ എൻ്റെ ആക്കല്ലേ അത് എടുത്തു മാറ്റെന്ന് പറയും. ബാലേന്ദ്രൻ പറഞ്ഞു, മോഹൻദാസ് ഒന്ന് ആലോചിച്ച് നോക്ക്, എൻ്റെ കവിത കുട്ടികളെ പഠിപ്പിക്കാൻ ഞാൻ എഴുതിയതാണോ? അല്ല.
അതിലൊരു നല്ല സന്ദേശമുണ്ടോ? ഇല്ല. ഞാൻ കവിത എഴുതുമ്പോൾ എൻ്റെ മനസ്സിൽ 6ാം ക്ലാസ്സിലെ കുട്ടിയോ 7ാം ക്ലാസ്സിലെ കുട്ടിയോ ഇല്ല, കോളേജ് വിദ്യാർത്ഥി ഇല്ല. കോളേജ് വിദ്യാർത്ഥികളോ 10ാം ക്ലാസ്സുകാരോ ഇത് വായിക്കുമായിരിക്കും, ഏതെങ്കിലും കടയിൽ പോയി പുസ്തകം വാങ്ങി വായിക്കുന്നത് ചിലപ്പോൾ വായിച്ചു എന്ന് വരും. ബട്ട് ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് പഠിപ്പിക്കുകയല്ലേ നിങ്ങൾ? കമ്പൽസറിയാണ്. കത്തുന്ന ചുംബനം കൊണ്ടു നീ പണ്ടെൻ്റെ കൈക്കുന്ന പ്രാണനെ ചുട്ടുപൊള്ളിച്ചതും എന്ന വരി 6ാം ക്ലാസ്സുകാരന് വേണ്ടി എഴുതിയതാണോ? ഞാൻ പറഞ്ഞു അല്ല. അപ്പോൾ പിന്നെ അവനെ പഠിപ്പിക്കാമോ? ഇല്ല. പ്രീ ഡിഗ്രിക്കാരന് വേണ്ടി എഴുതിയതാണോ? അല്ല. ഒരു വിഭ്രാന്തിയുടെ കവിത. അതിനകത്ത് ഈ പറഞ്ഞതെല്ലാം ഉണ്ട്. ലോകവീക്ഷണമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ഭ്രാന്തുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്, ഇതൊക്കെ ഉണ്ട്. ബട്ട് അത് പാഠപുസ്തകമാക്കാൻ ഞാൻ എഴുതിയതല്ല മോഹൻദാസേ. ഞാനിത് തലയിൽ കൈവച്ച് നിലവിളിക്കുന്നതിൻ്റെ ദൈവമേ നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇത് പാഠപുസ്തകമായി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കണമല്ലോ. ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. ബാലേന്ദ്രൻ ചുള്ളിക്കാട് ആരാ സ്വന്തം കവിത അവരുടെ തലയിൽ ചെലുത്താൻ? എഴുത്തച്ഛനോ അതോ വള്ളത്തോളോ? ആ വിനയമുണ്ടല്ലോ. ബാലേന്ദ്രൻ ധിക്കാരിയും വഷളനും ഒക്കെ ആയിട്ട് അറിയും. അങ്ങനെയല്ല. ആ മനുഷ്യന് യഥാർത്ഥ കാഴ്ചപ്പാടുള്ള ആളാണ്. യഥാർത്ഥ കാഴ്ചപ്പാട് സമൂഹത്തെ പറ്റി. ബാലേന്ദ്രൻ പറയും എന്നെ അനുകരിക്കരുത്, ഞാൻ അനുകരിക്കാൻ പറ്റിയൊരു സ്വഭാവക്കാരനല്ല. സമൂഹത്തിൽ ഭൂരിഭാഗം പേരും അനുകരിക്കാൻ കൊള്ളാത്തവരാണ്. അത് കൊള്ളാവുന്നവരെയാണ് നമ്മൾ അനുകരിക്കുന്നത്. അപ്പോൾ ഈ പാഠപുസ്തകം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡായിട്ട് ഇപ്പോൾ ഉള്ളൂർ, വള്ളത്തോളൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ആശാനൊക്കെ എഴുതിയിട്ടുണ്ട്. കാക്കേ കാക്കേ കൂടെവിടെ, ഇതെഴുതിയത് ഉള്ളൂരാണ്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ എഴുതിയതാണ്. കാക്കേ കാക്കേ കൂടെ. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വരികളാണ്. അത് കുട്ടികൾക്ക് വേണ്ടി എഴുതിയതാണ്. അത് കുട്ടികൾക്ക് വേണ്ടി അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. എന്നാൽ 3 വേശ്യകളുടെ കാവ്യം എഴുതിയിട്ടുണ്ട്. വള്ളത്തോളും കുമാരനാശാനും ഉള്ളൂരും. വള്ളത്തോളിനെ മഗ്ദലനം അറിയാം. വേശ്യയുടെ കുമാരനാശാൻ്റെ വാസവദത്ത, ഉള്ളൂരിൻ്റെ പിങ്കള. ഈ 3ഉം ഈ ബിസിനസ് നടത്തിയവരുടെ കഥയാണ്, കാവ്യമാണ്. ആ കാവ്യം സ്കൂളിൽ പഠിപ്പിക്കാനോ കോളേജിൽ പഠിപ്പിക്കാനോ എടുക്കാൻ പാടുണ്ടോ? അതേസമയം കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ബാലേന്ദ്രൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടില്ല. കുട്ടികൾ ബാലേന്ദ്രൻ്റെ മനസ്സിലില്ല എഴുതുമ്പോൾ. ബാലേന്ദ്രൻ പറഞ്ഞു എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതുന്നു, എൻ്റെ വിവരവും ജ്ഞാനവും ആർജിത സമ്പത്തും ഒക്കെ വെച്ച് ഞാനത് എഴുതി. അത് പാഠപുസ്തകമാക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞിട്ട് ഇത് കേൾക്കാനും സർക്കാർ തയ്യാറില്ല. അവർ വിചാരിക്കുന്നത് ബാലേന്ദ്രൻ വിനയം കൊണ്ട് അല്ലെങ്കിൽ ഷൈൻ ചെയ്യാനായിട്ട് ഇനിയും ബാലേന്ദ്രന് ഈ പ്രശസ്തി വല്ലതും ബാക്കിയുണ്ടോ കേരളത്തിൽ കിട്ടാൻ? ഇങ്ങനൊരു പ്രസ്താവന കൊടുത്ത് പ്രശസ്തനാവേണ്ട കാര്യമൊന്നുമില്ല. ടേക്ക് ഇറ്റ് സീരിയസ്ലി, റിവൈസ് എവരിതിങ്. അധ്യാപകരും ഇതുപോലെ പിള്ളേരെ തല്ലാൻ പാടില്ല എന്ന് എന്താ ചെയ്യുക? പിള്ളേരെ തല്ലിയ ക്രിമിനൽ കേസായി എന്ത് ചെയ്യുക? അധ്യാപകരും പോകുന്ന വഴിക്ക് പോട്ടെ. ഏതായാലും നമ്മൾ ഈ തന്തവൈബിൽ തുടങ്ങി, നമ്മളിപ്പം തന്തവൈബ് എന്നുള്ള വാക്കാണ് നമ്മളെ ഇത്രയും കാര്യങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ തന്തവൈബ് ശരിക്കും വേണ്ട ഒരു കാര്യം തന്നെയാണ്. ടു എ സെർട്ടൺ എക്സ്റ്റെൻറ്റ്. മൂല്യങ്ങളുടെ ഇത് നോക്കുമ്പോൾ, ആവശ്യം നോക്കുമ്പോൾ തന്തവൈബ് ആവശ്യമാണ്. തന്ത ആവശ്യമില്ല, പക്ഷെ തന്തവൈബ് ആവശ്യമാണ്. അത് നിലനിൽക്കണം. തന്ത ആവശ്യമില്ലാത്ത തന്ത ആവശ്യമില്ലാത്ത ഞാൻ പറഞ്ഞില്ലേ, ഈ 65 വയസ്സ് കഴിഞ്ഞ ആളുകൾ സമൂഹത്തിന് വലിയ കോൺട്രിബ്യൂഷൻ ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെയാണോ? ഫോർ ദാറ്റ് മാറ്റർ എനിക്ക് 65 കഴിഞ്ഞു കേട്ടോ. ആ രീതിയിൽ ഞാൻ നോക്കുമ്പോൾ ഞാൻ വധ്യനാണ്, കൊല്ലപ്പെടേണ്ടവനാണ്. അപ്പോൾ വലിയ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കുക മാത്രം. കോൺട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ എന്താ? കോൺട്രിബ്യൂഷൻ്റെ പാരാമീറ്റർ ഒന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. സമൂഹത്തിന് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ പാങ്ങുള്ളയാൾ. ചേട്ടൻ ചെയ്യുന്നില്ല. ഇത് ചേട്ടൻ പറയുന്ന ചുമ്മാ തെക്ക് വടക്ക് നടക്കുക. ഞാൻ പിന്നെ എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഉള്ളതുകൊണ്ട് ചെറുപ്പക്കാരെ ഞാൻ ഉപദേശിക്കാറില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരെന്നെ കാണുമ്പോൾ ഓടി ഒളിക്കാറില്ല. ആദ്യമൊക്കെ അവർ ഇയാൾ കിളവൻ വരുന്നു മാറിക്കോടാന്ന് പറഞ്ഞ് ഒളിക്കാൻ തുടങ്ങി. പിന്നെ അവർക്ക് മനസ്സിലായി ഈ കിളവൻ നിരുപദ്രവിയ, ഉപദേശിക്കുകയില്ല, പ്രശ്നമില്ല. മറ്റത് അങ്ങനെയല്ല. ചുമ്മാ പോകുന്ന ചെറുക്കനെ വിളിച്ച് അവിടെ നിൽക്കടാ, നീ അവിടെ പോകുന്നു. ഇല്ല, ഞാനീ വടക്ക് വശം വരെ. എന്തിനാ വടക്കോട്ട് പോകുന്നു നീ? എന്നാൽ പിന്നെ വേണ്ട, ഞാൻ തെക്കോട്ട് പോക്കോളാം. വേണ്ട, വടക്കോട്ട് തന്നെ പൊക്കോ. ഇങ്ങനെ ഉപദ്രവിക്കുന്ന കിളവന്മാർ വലിയ ശല്യമാണ് ഇവരെ കൊണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് കുടയെടുക്കണമെന്ന് പറയും. കുടയെടുത്തു കഴിഞ്ഞാൽ കുടയെടുക്കേണ്ട കാര്യം എന്താണ്? അത് ഇവിടെ വെച്ചിട്ട് പോകും. ഇങ്ങനെ ശല്യം ചെയ്യുന്നു.
അപ്പോൾ സമൂഹത്തിന് പ്രത്യേകിച്ച് കോൺട്രിബ്യൂഷനില്ല എന്ന് ഈ കാരണവർ മരിങ്ങ് തിരിയാൻ സമ്മതിക്കുകയുമില്ല. അങ്ങനെയുള്ള തന്തമാരില്ലാതെ ആ വൈബ് നിലനിൽക്കണം, ഒരു മൂല്യം എന്നുള്ള നിലയ്ക്ക്. ശരിയാണ്, നമ്മൾ എല്ലാ തന്തമാർക്കും ഒന്നും തന്ത വൈബില്ല. അത് ശരിയാണ്. മഹാ തല്ലിപ്പൊളിയായിട്ടുള്ള കിളവൻസ് ഇഷ്ടം പോലെയുണ്ട്, കുറവൊന്നുമല്ല. അടിപൊളി കിളവന്മാരുമുണ്ട്, അടിപൊളി കിളവന്മാരുമുണ്ട്. ഞാൻ ഈ നോക്കിയ ഒരു ആഫ്റ്റർ 55 55-നും 65-നും ഇടയ്ക്കുള്ള കിളവന്മാർ വലിയ ശല്യക്കാരാണ്. അവർ പ്രൈവറ്റ് ബസ്സിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൂടെ കയറുള്ളൂ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചോദിച്ചാൽ കിളവൻ, പ്രവൃത്തിയിൽ ചെറുപ്പക്കാരൻ. പേടലിക്കടിക്കണ്ടേ അവനൊക്കെ? സത്യം. പെൺകുട്ടികളോട് ചോദിച്ചു നോക്ക്, അവരെ തോണ്ടിപ്പിച്ച് ഭൂരിപക്ഷവും ഈ കിളവന്മാരാണ്. ഇവർക്കാണ് കൗൺസിലിംഗ് ആവശ്യം കേരളത്തിൽ. അല്ല, ഇതിന് ഈ കിളവൻ എന്ന് പറയുന്ന പ്രായം എത്ര വയസ്സിൽ തുടങ്ങും? അതൊക്കെ സബ്ജക്റ്റീവാണ്. ഏതായാലും ഒരു 55 കഴിഞ്ഞാൽ മെല്ലെ കിളവൻ എന്ന് വിളിക്കാൻ തുടങ്ങാം. ആദ്യം കെ എന്നും പിന്നീടുള്ള ആചരത്ത് പിന്നെ പിന്നെ ഇന്നും കൂടെ ചേരുമ്പോൾ 65 ഇന്നിടാം, ചില്ലിലെത്തും. ഏതായാലും തന്ത വൈബ് ഇപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു എന്തെന്ന് ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ തന്ത വൈബിനെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. എനിവേ, പിന്തിരിപ്പനാവാൻ സുനിൽ തയ്യാറാണെങ്കിൽ സ്വാഗതം. പക്ഷേ ഈ സമൂഹം നിലനിന്ന് പോകണ്ടേ? സമൂഹത്തെ നിലനിർത്തുന്നത് നമ്മളൊന്നുമല്ല. അതിനൊരു ഡൈനാമിക്സ് ഉണ്ട്. അല്ല, ഈ എല്ലാം അസ്തമിച്ചു എന്ന് വിചാരിക്കുന്നതും ഒരു നല്ല കാര്യമൊന്നുമല്ല. അങ്ങനെ അസ്തമിക്കുകയൊന്നുമില്ല. ഞാൻ ചെറുപ്പമായിരുന്ന 70-കൾ, ക്ഷുഭിത യൗവനങ്ങൾ, നക്സലൈറ്റുകളുണ്ട്. ഞാൻ ഭാഗ്യവശാൽ RSSകാരനായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ നക്സലൈറ്റ് ആയിപ്പോയി. അതായിരുന്നു എൻ്റെ ഒരു സ്വഭാവം, എടുത്തിയാട്ടവും ധിക്കാരവും, ആംഗ്രി. അപ്പം പക്ഷെ എനിക്ക് അതിനു മുമ്പ് ചെറുപ്പത്തിൽ തന്നെ RSSൻ്റെ ഒരു പിടുത്തം വന്നുകൊണ്ട് ഞാൻ നക്സലൈറ്റ് ആയില്ല. ബട്ട് ഐ ഹാഡ് സോ മെനി ഫ്രണ്ട്സ് ഇൻ നക്സലൈറ്റ്. ഇപ്പോഴും ഉണ്ട് റിട്ടയർഡ് നക്സലൈറ്റ്സ്, ഒരുപാട് പേരെൻ്റെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അന്നും ഇതുപോലെ കാർന്നന്മാർ പറയുമായിരുന്നു, നശിച്ചു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. എൻ്റെ അച്ഛനൊക്കെ പറയും, ഒക്കെ പോയി കളഞ്ഞു എന്താ എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞും പിന്നെ ഈ ലോകം മുന്നോട്ട് പോവും. ഞാൻ നോക്കിയിട്ട് ഞാൻ ചെറുപ്പമായിരുന്നതിനേക്കാൾ നല്ല യുവതലമുറയാണ് ഇപ്പോഴുള്ളവർ. അത് കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ, ഹാർഡ് വർക്കിൻ്റെ കാര്യത്തിൽ, പ്രതിഭയുടെ കാര്യത്തിൽ, രാജ്യസ്നേഹത്തിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങളെക്കാൾ ബെറ്ററാണ് ഇപ്പോഴത്തെ തലമുറ. ബട്ട് അതിൽ സബ്സ്റ്റാൻഷ്യൽ പോർഷൻ ഇപ്പോൾ ഈ ഡ്രഗ്സുകാർ പിടിച്ചുകൊണ്ട് പോകുന്നു. അതാണ് സങ്കടം. അതിൻ്റെ മൂലകാരണം ഈ വളർത്തുദോഷം നമ്മൾ പറയുമല്ലോ. സ്കൂൾ മുതൽ ആ പിള്ളേരെ നിങ്ങൾ കൊണ്ടുപോയി അവസാനം അവരെ ചുംബന സമരത്തിൽ ചാടിച്ചു. ചുംബന സമരത്തിൻ്റെ സമയത്ത് 10 വയസ്സുണ്ടായിരുന്നൊരു കുട്ടി, ഈ ആർത്തവ കവാടം കണ്ട കുട്ടി, ഇപ്പോൾ അവന് 16 വയസ്സായി കഴിഞ്ഞു. അതിൻ്റെ വെകിളി അവൻ കാണിക്കുന്നു. സോ നിങ്ങൾ മത്ത കുത്തിയിട്ട് കുമ്പളം മുളയ്ക്കില്ലല്ലോ. അത് കുത്തിയ ഇത് കുറേ അധികം തെറ്റിപ്പോയി. മുഴുവൻ തെറ്റിയെന്ന് ഞാനിപ്പോഴും പറയുന്നു, കുറേ അധികം തെറ്റിപ്പോയി. അല്ല, ഇനിയും വേണമെങ്കിൽ തിരുത്താൻ സമയമുണ്ട്. തിരുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം തിരിച്ചു നടക്കുക എന്ന് പറഞ്ഞു. നമ്മളൊരു തെറ്റായ ട്രെയിനിൽ കയറി, അയ്യോ അത് തെറ്റിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുകയാണോ? അല്ല, നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് തിരിച്ചുള്ള ട്രെയിനിൽ വെച്ച കാല് പുറകോട്ടെടുക്കില്ല, അങ്ങനെയൊന്നുമില്ല. വെച്ച കാല് തെറ്റിപ്പോയെങ്കിൽ പുറകോട്ടെടുക്കണം, അതിൽ നാണക്കേടൊന്നുമില്ല. യു ടേക്ക് ബാക്ക്, ട്രേസ് യുവർ സ്റ്റെപ്സ് ബാക്ക്. അതാണ് ഒരു കറക്ഷൻ പ്രോസസ്സ്. അതാണ് കറക്ഷൻ പ്രോസസ്സ്. ഏതായാലും നമ്മുടെ ഈ വർത്തമാനം നമ്മൾ തന്തവൈബിൽ തുടങ്ങി കുറച്ച് നീണ്ടുപോയെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു സമകാലിക ഒരു ചിത്രത്തിലൂടെ നമ്മൾ കടന്നുപോയി. ഏതായാലും ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയ ചിന്തകൾ ഉണ്ടാക്കുന്നെങ്കിൽ നമുക്ക് സന്തോഷമാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.